ഗൈസ്, കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയ സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്. ഞാൻ വെള്ളം കുടിക്കാൻ ഒരു കടയിൽ നിർത്തിയപ്പോൾ എൻ്റെ പുറകിൽ ഒരാൾ നിന്ന് വട്ടത്തിൽ കറങ്ങുകയാണ്. അതിനുശേഷം ഞാനിങ്ങനെ തിരിച്ച് വണ്ടിയിൽ കയറുന്ന സമയത്ത് ആൾ അവിടുത്തെ ഓടയിലെ വെള്ളം കുടിക്കുന്നത് കണ്ടു. അങ്ങനെ ഡൗട്ട് തോന്നി ഞാൻ ഒരു ബിസ്ക്കറ്റ് ഒന്ന് മേടിച്ച് നോക്കി. അപ്പോൾ ആളുടെ സന്തോഷം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ആ ബിസ്ക്കറ്റ് കണ്ടപ്പോൾ ഉള്ള സന്തോഷം ആരുടെയെങ്കിലും വീട്ടിലുള്ളതാണെന്ന് അറിയില്ല. പാറശാലയിൽ വെച്ചിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പോൾ ഞാൻ ആ ബിസ്ക്കറ്റ് മേടിച്ചപ്പോൾ ആൾ ഒരുപാട് സന്തോഷത്തിൽ എൻ്റെ അടുത്ത് ചാടിത്തുള്ളിയൊക്കെ വന്നു. ആ ഒരു കവർ ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷം അവൻ എൻ്റെ കണ്ണിലേക്കൊരു നോട്ടം നോക്കി. ആ കണ്ണിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷം ഞാൻ അവിടുന്ന് വണ്ടിയെടുത്ത് പോകാനായിട്ട് തിരിക്കുന്ന സമയത്തും അവൻ എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ വിശപ്പ് പൂർണ്ണമായിട്ട് മാറാത്ത രീതിയിൽ. അതെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഒരു കവർ ബിസ്ക്കറ്റ് കൂടെ വാങ്ങിക്കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ വാങ്ങുന്ന സമയത്ത് ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചത് അത് എൻ്റെ നായ്ക്കുട്ടനാണോ എന്നാണ്. ഞാൻ പറഞ്ഞു എൻ്റെ അല്ല ചേച്ചി, ഇവിടെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കവർ ബിസ്ക്കറ്റ് കൂടെ വാങ്ങി. അവൻ ആ ബിസ്ക്കറ്റ് കൂടി കൊടുത്ത് അവനത് പൂർണ്ണമായിട്ടും കഴിച്ചതിന് ശേഷം ഞാൻ പോകുന്നത് നോക്കി എൻ്റെ പുറകെ കുറച്ച് ദൂരം അവൻ നടന്നു വന്നു. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് റോഡ് സൈഡിൽ വാഹനം ഇടിച്ച് അപകടത്തിൽ കിടക്കുന്ന നായ്ക്കുട്ടന്മാരെ. മനുഷ്യന്മാരായതുകൊണ്ട് ആരും തന്നെ വാഹനങ്ങൾ നായ്ക്കുട്ടന്മാർ ചാടുന്ന കണ്ട നിർത്തി കൊടുക്കാത്തത് കൊണ്ടും പറ്റുന്ന അപകടങ്ങളാണ് കൂടുതലും. നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കാനായിട്ട് നോക്കരുത്. അവർക്കും ഒരേ വില തന്നെയാണ്. മനുഷ്യനെ പോലെ തന്നെ അവരും ഒരു ജീവൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതെ അവരെ അവരുടെ വഴിക്ക് വിട്ടിട്ട് പോവുക. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ആ കൊടുക്കുന്ന സ്നേഹം അവൻ വാനോളം തിരിച്ചു തരും. എൻ്റെ പുറകെ അവൻ കുറച്ച് ദൂരം നടന്നിട്ട് അവന് തന്നെ മനസ്സിലായതുകൊണ്ട് അവൻ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ബൈ.